ഹലോ ഇറ്റ്സ് മീ രഞ്ജറ്റി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മളെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പുതിയ സാധനം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരം വീഡിയോ എടുക്കാറുള്ള സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ റൂമാണ്. അപ്പോൾ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാലോ, സ്ഥിരം ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഞാൻ വരച്ചിട്ടുള്ള ചിത്രമാണ്, അത് ഒരു റെഫറൻസ് ഒന്നും ഇല്ലാതെ വെറുതെ വരച്ച ചിത്രമാണ്, നന്നായിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഗൂഗിളിലൊക്കെ ഒരുപാട് പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു, ബുദ്ധൻ്റെ മരമൊക്കെ വരുന്നത്. അപ്പോൾ അത് വെച്ച് വരച്ചിട്ടുള്ളതാണ്, പക്ഷെ നന്നായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ആയപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി വരച്ചെന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ മേലെ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ജോഷിന്ന് കിട്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ആയിരുന്നു. ജോഷിന്ന് ലൈറ്റും ഒരു ബ്ലൂടൂത്തിൻ്റെ ബോക്സൊക്കെ ഇട്ട് സൗണ്ട് ബോക്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലൈറ്റാണ് അത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുക്കാറുള്ള എന്തിലാണെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ മിക്കവാറും എടുക്കാറുള്ളത് നമ്മളെ സാംസങ് S21+ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ തന്നെയാണ് ഈ ഫോൺ. അപ്പോൾ ഈ ഫോൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് വേറൊരു ഫോണിലാണ്. അപ്പോൾ അത് 2 ദിവസം മുന്നേ പോയപ്പോൾ നമ്മൾ നല്ല അടിപൊളി കേസൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിലാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാറ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലേ, ഞാനൊരു സാധനം പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളത് അറിയാവുന്ന തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എത്രത്തോളം നമ്മളെ കൈ നീളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനം നമ്മളെ മോണോപോഡ് എന്ന് പറയുന്നത്. ഞാൻ മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ മോണോപോഡ് എന്നുള്ളത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഞാൻ തുറന്നിട്ടുണ്ട് ഒരു വട്ടം, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ലോണം നമുക്ക് ലെങ്ത്ത് ഉണ്ട്. അത് ഞാൻ പുറത്തുനിന്ന് വേറെ വീഡിയോ ഇട്ട് കാണിക്കാം, കാരണം ഇവിടെ വെച്ചിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് ആണ് സാധനം. അത് എടുക്കാം. അത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ടാണ് ഇതെന്ന് പറയുന്നത്. ചാർജിങ് കേബിളാണ് ഇത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഊരാം. ഇത് ഊരിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ചാർജ് ചെയ്യുന്ന ആ സ്ഥലമുണ്ട്, അവിടെ കുത്തിയിട്ട് ചാർജ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് നിർത്തി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള നമ്മൾ ഫോണ് വെക്കുന്ന ആ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പണ്ടൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ സാധനം അത്ര വലിയ ക്വാളിറ്റി അല്ല. നമ്മളെ ഫോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഒരു ധൈര്യം ഇല്ല ആ ഒരു ഫോൺ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ ഈ മോണോപോഡിന് ഈ ഫോൺ വെക്കുന്ന സാധനം വെക്കുന്നില്ല. പകരം ഞാൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. പകരം ഞാൻ വെക്കുന്നത് ഇതാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. എന്താണ്ടോ, നമുക്കിങ്ങനെ ഫോൺ വിടർത്തി കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിലും ഈ സ്ക്രൂ ഉണ്ട്, ഇവിടെയും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ. അപ്പോൾ ഈ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗൊറില്ല പോഡ്. ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം പഴക്കമുള്ള സാധനമാണ്. അപ്പോൾ ആ ഗൊറില്ല പോഡിൻ്റെ മേലെ ഉണ്ടായിരുന്ന ഫോൺ വെക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇതിന് എന്തായാലും ആവശ്യമില്ല എന്നല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇവിടെ കണ്ടോ, സെല്ലോ ടാപ്പ് ഞാൻ ചുറ്റിയിട്ടുണ്ട്. ഈ സാധനം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂസാകുമ്പോഴുള്ള പ്രശ്നം, ഫോൺ ഇവിടെ വെക്കുന്ന സമയത്ത് ഈ സാധനം ഇങ്ങോട്ട് നേരെ വീഴും. അങ്ങനെ ഒരുപാട് വട്ടം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോണും ഗൊറില്ല പോഡ് അടക്കം വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇനി എന്തായാലും ആവശ്യമില്ല എന്നല്ല, നമുക്ക് സിനിമ കാണാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അത് ഞാൻ ഇതുമെന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ പുതിയ മോണോപോഡിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മോണോപോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്യാം. സ്ക്രൂ എന്തിനാന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നിലത്ത് ഒരു സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റ് ചെയ്യാം. മാത്രമല്ല, ഞാനിപ്പോൾ ഈ ഗൊറില്ല പോഡ് കാണിച്ചു തന്നു അല്ലേ, ഈ ഗൊറില്ല പോഡുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫിറ്റ് ചെയ്തിട്ട് നേരെ വെക്കാനുള്ളൊരു ഓപ്ഷൻ എന്തുണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നല്ല, ഈ ഗൊറില്ല പോഡ് തന്നെ വേണമെന്നില്ല, കണ്ടോ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രൂ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡ് കിട്ടുമെങ്കിൽ അതും കൂടെ മേടിച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന സാധനമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പറയാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും അധികം യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം മിക്കപ്പോഴും ഞാൻ വീഡിയോ ഒറ്റയ്ക്കാണ് എടുക്കാറ്. അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ബട്ടൺ ഞെക്കി ഇവിടെ വരുമ്പോഴേക്ക് കുറേ കട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ബ്ലൂടൂത്ത് സാധനമാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൊറില്ല പൊടിയും കാണിച്ചല്ലോ, ആ ഗൊറില്ല പൊടിന്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൊറില്ല പൊടി യൂസ് ചെയ്യുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പം അധികം നമ്മൾ റിംഗ് ലൈറ്റ് വെച്ചൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. കാരണം നല്ല യൂസാണ്.
ഒരാളില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത സാധനം ഇതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ വാച്ചാണെന്ന് വിചാരിക്കേണ്ട, വാച്ചല്ല, വാച്ചിന്റെ ബോക്സിൽ ഇട്ട് വെച്ചതാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ മൈക്കാണ് കേട്ടോ, ബോയയുടെ മൈക്കാണ്. അപ്പൊ ഞാനത് സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു മൈക്ക്, അതായത് മൈക്കായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് എത്ര ഒരു 3 മീറ്റർ ഒക്കെ ലോങ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. കാരണം അത്രയും ലെങ്ത്, ഇത് കണ്ടാൽ തന്നെ അറിയാലോ, അത്യാവശ്യം നല്ലോണം വയറുണ്ട്, ലെങ്ത് ഉള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ സാംസങ് ഫോണിന് നമ്മൾ ഇത് ഈ പോർട്ട് കുത്താനുള്ള ആ ഒരു ഹോളില്ല. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ഭദ്രമായിട്ട് കേടുവരാതെ ഈ ബോക്സിലാക്കി എടുത്തു വെച്ചതാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ്. അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവും ചെയ്യും. പക്ഷെ ഇതില്ലാത്തൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. ഇതില്ലാത്തെന്ന് വെച്ചാൽ ഇപ്പം അടുത്തേ വാങ്ങിയിട്ടുള്ളൂ റിംഗ് ലൈറ്റ്. അതിന്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ അത്ഭുതപ്പെടും, പക്ഷേ പലരും ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ മുതലായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2 ട്യൂബ് ലൈറ്റ് ആണ്. അതിന്റെ വയറ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള വയറാണ്. ഇപ്പം നിറച്ച് പൊടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അപ്പം ഞാനിത് എന്താണ് കേടുവരാത്തൊരു സ്ഥലത്ത് എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറാലിയും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലൈറ്റ് ആയിരുന്നു ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ. എത്ര റിംഗ് ലൈറ്റ് വന്നാലും ഞാനതിന് ഒരിക്കലും മറക്കില്ല. കാരണം അത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ അത്ര ചിലവും ഇല്ല. നമുക്ക് ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു വയറുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെയിൻ ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഫിറ്റ് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു നമ്മുടെ ഒരു ട്യൂബിന് 180 രൂപയേ വരുള്ളൂ. ഇപ്പം രണ്ടും കൂടി ആകുമ്പോഴേക്ക് ഒരു 300 അല്ലെങ്കിൽ 200-ന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു റിംഗ് ലൈറ്റ് വാങ്ങണമെങ്കിൽ ലോക്കൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. 600 ആമസോണിലൊക്കെ നോക്കിയാൽ കിട്ടും. പക്ഷെ നല്ലൊരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 3000 അല്ലെങ്കിൽ 4000 ആ ഒരു റേഞ്ച് വേണം. അപ്പോൾ നമ്മുടെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഒറ്റ മിനിറ്റ് ഞാൻ ഫോണൊന്ന് ഊരിട്ട് വേണം നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയണത്. ഞാൻ ലൈറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈറ്റ് ഡിമ്മാക്കി കൊടുക്കാം, ട്യൂൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ഷെയ്ഡ് മാറ്റി കൊടുക്കാം, ഒരു വാംത്ത് ഷെയ്ഡാക്കി കൊടുക്കാം. ഇത്രയാണ് അതിൻ്റെ യെല്ലോ കളർ ഈ ഷെയ്ഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നമുക്ക് വെള്ളയാക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റും അതിൻ്റെ സ്റ്റാൻഡും എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്രഷ് അല്ല, അത് സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് റിംഗ് ലൈറ്റ് ആണ്. സ്റ്റാൻഡ് എക്സ്ട്രാ വേറെ വാങ്ങിച്ചാണ്, അതുകൊണ്ടാണ് തുരുമ്പും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മോണോപോഡ് കാണിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ അകത്തുനിന്ന് കാണിക്കാൻ പറ്റില്ല, നല്ല ലെങ്ത് കിട്ടൂല. അപ്പോൾ അത് ഈ ഫോൺ മൗണ്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വാളിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ മൗണ്ട് നമ്മുടെ ഗൊറില്ല പോഡിൻ്റെത് ഇതിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം ഇതെങ്ങനെയാന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കാം. ലൂസാക്കിയിട്ട് ഞാൻ ബാക്ക് ക്യാമിലാണ് എടുക്കുന്നത്. അപ്പോൾ ലൂസാക്കി ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ടോ. ഇനി ഇതേ ഫസ്റ്റിലെ ഭാഗം ഞാനൊന്ന് ലൂസാക്കിയിട്ട് പൊന്തിച്ചു തരാം. ഇത്രയും പൊന്തും, ഇത്രയും സ്പേസ് കണ്ടോ, ഈ ഒരു സ്പേസിൽ നമ്മളെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത്രയാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തേത് നോക്കിക്കേ, രണ്ടാമത്തേനും ഇത്ര വരുന്നുണ്ട്. ഞാനൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെയാണ് ലാസ്റ്റ് വൺ. ഇത്രയും ലെങ്ത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. നോക്കി ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഇത്രയും ഈ ഒരു മരത്തിന്റെ ഇടയിൽ കൂടെ എന്നെ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഈ സാധനം എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കാരണം ഒരുപാട് സാധനം വാങ്ങിച്ചതിന് ബിൽഡ് ക്വാളിറ്റി തീരെ ഇല്ലായിരുന്നു. പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് 400 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ആ റേറ്റിന് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉള്ള സാധനമാണ്. കാരണം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ഇത്രയും ലെങ്ത്തിൽ എന്നെ എങ്ങനെ കാണും എന്നുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ കേട്ടോ. നമ്മൾ മോണോപോഡിൻ്റെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ റോഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഞാൻ പൊന്തിക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ മുഖത്തേക്ക് സൂര്യൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ഗൈസ്. അത്യാവശ്യം നല്ല വെയിലാണ്. അത്യാവശ്യം നല്ലൊരു തോട്ടിയുടെയൊക്കെ ഹൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മേലേക്ക് പൊന്തിക്കാൻ പറ്റുന്നുണ്ട്.
നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.